ഡ്യൂറിങ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് INC അധ്യക്ഷൻ മൗലാന അബ്ദുൽ കലാം ആസാദായിരുന്നു 1942. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ഫാസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നത് ഓഗസ്റ്റ് 9, 1942 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 1943 ഫെബ്രുവരി 10 ആയപ്പോഴത്തേക്കും അദ്ദേഹം ഒരു 21 ദിവസത്തെ ഒരു ഫാസ്റ്റിംഗ് നടത്തി. അത് ഏകദേശം ഒരു 1943 മാർച്ച് 3 വരെ നീണ്ടു നിന്നു. അപ്പോൾ ഈ ഫാസ്റ്റിങ്ങിൻ്റെ ഫലമായിട്ട് 3 എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, ബ്രിട്ടീഷ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന് റിസൈൻ ചെയ്യേണ്ടതായിട്ട് വന്നു. എന്തിനാണ് ഈ ഫാസ്റ്റിംഗ് നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ INCയുടെ മേൽ ആരോപണം ഉണ്ടായി. ബ്രിട്ടീഷുകാർ പറഞ്ഞത് ഈ വയലൻസ് എല്ലാം ഉണ്ടാക്കുന്നത് INC ആണെന്നും അതിന് നേതൃത്വം കൊടുത്തത് ഗാന്ധിജിയാണെന്നും ഇവരെ ആരുടെയും ജയിലിൽ നിന്ന് റിലീസ് ചെയ്യിക്കാനോ ഗാന്ധിജിയെ റിലീസ് ചെയ്യിപ്പിക്കാനോ ഒന്നും ഇവരാരും തയ്യാറായതുമില്ല. അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റേഴ്സിൻ്റെ അടുത്തൊക്കെ വളരെ പിന്നെ വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം ആയിരുന്നു ഗാന്ധിജി ഇങ്ങനെയുള്ളൊരു ഫാസ്റ്റിംഗ് നടത്താനുള്ള റീസൺ ആയതെന്ന് പറയാം. അപ്പോൾ ഗാന്ധിജി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ജയിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗാഖാൻ പാലസാണ്, പൂനെയിലുള്ള. അതേ സെയിം ജയിലിൽ തന്നെയാണ് സരോജിനി നായിഡു അതുപോലെ ഗാന്ധിജിയുടെ പത്നിയായിട്ടുള്ള ആരാണ് കസ്തൂർബ ഗാന്ധി ഇവരെല്ലാം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അപ്പം ഈ ഫാസ്റ്റിംഗ് ഒക്കെ നടന്ന് ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കസ്തൂർബ ഗാന്ധി മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സെയിം ജയിലിൽ വെച്ചിട്ട് മരണപ്പെട്ടു. 1944 ഫെബ്രുവരി 22 മരണപ്പെടുന്നത്. പിന്നെ ക്രിമേഷനും കാര്യങ്ങളും എല്ലാം പിറ്റേ ദിവസം ഫെബ്രുവരി 23 സെയിം ജയിലിൽ വെച്ചിട്ട് തന്നെയാണ് നടന്നത്. ന്യൂമോണിയ, ക്രോണിക് ബ്രോങ്കൈറ്റിസ് ഒക്കെ കാരണമാണ് മരണപ്പെട്ടത്. അതൊക്കെ പോട്ടെ, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനം അതായത് ഏപ്രിൽ 11 അപ്പോൾ ഏപ്രിൽ 11 അവരുടെ ഒരു കമമറേഷന് വേണ്ടിയിട്ട് അന്നത്തെ ദിവസം നമ്മൾ നാഷണൽ സേഫ് മദർഹുഡ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. നാഷണൽ സേഫ് മദർഹുഡ് ഡേ എന്നാണ് ആചരിക്കുന്നത്. അപ്പോൾ ഏപ്രിൽ 11 ആചരിക്കുന്നത്. ഏപ്രിൽ 11 പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് കസ്തൂർബ ഗാന്ധി. അതും കൂടെ കോയിൻസൈഡ് ചെയ്ത് വരുന്ന രീതിയിലാണ് ഉള്ളതെന്ന് പറയാം. അപ്പോൾ അതൊക്കെയാണ് ജസ്റ്റ് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജഗോപാലാചാരി ഫോമുലയാണ് പറയാൻ പോകുന്നത്. രാജഗോപാലാചാരിയുടെ കാര്യം നമ്മൾ കണ്ടതാണ് അല്ലേ. എന്താണ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു, ഇദ്ദേഹമാണ് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം വന്ന ഫസ്റ്റ് ഗവർണർ ജനറൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം വന്ന ആദ്യത്തെ ഗവർണർ ജനറൽ. എങ്ങനെയുള്ള ഗവർണർ ജനറലാണ്? ഇന്ത്യൻ ഗവർണർ ജനറലാണ്. ഓക്കെ, അതിന് മുന്നേ ഉള്ളത് ആരായിരുന്നു? സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ആദ്യം വന്ന ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മൗണ്ട് ബാറ്റൺ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1940 8 വരെ അദ്ദേഹമായിരുന്നു. 47 to 48, ജസ്റ്റ് 1 ഇയറേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് 48 to 50 2 ഇയേഴ്സ് ആരായിരുന്നു? C. രാജഗോപാലാചാര്യായിരുന്നു. അദ്ദേഹമാണ് ആദ്യത്തെ ഇന്ത്യൻ ആയിട്ടുള്ള ഗവർണർ ജനറൽ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ C. രാജഗോപാലാചാരി 1944 ഒരു ഫോമുല കൊണ്ടുവന്നു. C. രാജഗോപാലാചാരിയുടെ ഫോമുല, രാജഗോപാലാചാരി ഫോമുല എന്നാണ് അതിനെ പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫോമുല കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് ലീഗ് കോപ്പറേഷന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, നമ്മൾ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ അറിയാം, കോൺഗ്രസും ലീഗും തമ്മിൽ എപ്പോഴും ക്ലാഷും പ്രശ്നങ്ങളും ഒക്കെയാണ് അല്ലേ. അപ്പോൾ കോൺഗ്രസ് ലീഗിൻ്റെ കോപ്പറേഷന് വേണ്ടിയിട്ട്, മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെ ഒരു കോപ്പറേഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് രാജഗോപാലാചാരി ഫോമുല. അപ്പോൾ അതിലെ കീ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗ് എന്ത് ചെയ്യണം? കോൺഗ്രസിനെ പിന്തുണയ്ക്കണം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസ് പറയുന്ന ഡിമാൻഡും കാര്യങ്ങളും ഒക്കെ ലീഗ് അംഗീകരിക്കണം. പലതിനെയും എതിർത്തിട്ടുണ്ടായിരുന്നു, അത് അംഗീകരിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹം പ്രപ്പോസ് ചെയ്ത അതിലെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു താൽക്കാലിക ഗവൺമെൻറ്, ഒരു ഇൻ്ററിം ഗവൺമെൻറ് എന്ത് ചെയ്യണം? ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ബ്രിട്ടൻകാർ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ നിന്ന് പോയതിന് ശേഷം മാത്രമേ ഈ കാര്യങ്ങളെല്ലാം നടക്കൂ. ഓക്കെ, അതായത് ബ്രിട്ടൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യക്ക് ഈ പവർ നൽകണം, കംപ്ലീറ്റ് ആയിട്ടുള്ള സ്വാതന്ത്ര്യം നൽകണം. എന്നാൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അപ്പോൾ അതിനുശേഷം ബ്രിട്ടൻ കംപ്ലീറ്റ് ആയിട്ടുള്ള പവർ കൊടുത്തതിന് ശേഷം ഒരു പ്രൊവിഷണൽ ഗവൺമെൻറ് എന്ത് ചെയ്യണം? സെൻറ്ററിൽ ഉണ്ടാവണം. അതാരുടെ സപ്പോർട്ട് വേണം? അതിന് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒരു കോപ്പറേഷൻ വേണം. രണ്ടുപേരുടെയും ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കോപ്പറേഷനോട് കൂടിയിട്ടുള്ള ഒരു പ്രൊവിഷണൽ ഗവൺമെൻറ് എന്ന് പറയുന്നത് സെൻറ്ററിൽ വരണം. അതുപോലെ പ്ലബിസൈറ്റ്. എന്താണ് പ്ലബിസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യെസ് ഓർ നോ വോട്ട് എന്നാണ് പറയുന്നത്. അതായത് യെസ് അല്ലെങ്കിൽ നോ, അല്ലാതെ അതിൽ കൂടുതൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. യെസ് അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞിട്ടുള്ള വോട്ടാണ്. ഇപ്പോൾ ഒരു കാര്യം ചോദിക്കുന്നു, അത് വേണമോ വേണ്ടയോ, യെസ് ഓർ നോ, അങ്ങനെ ജസ്റ്റ് മാത്രം ആൾക്കാരുടെ അഭിപ്രായം എടുക്കുന്ന യെസ് ഓർ നോ വോട്ടിനെയാണ് പ്ലബിസൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ മുസ്ലിം രാജ്യം വേണമോ, അതായത് പാകിസ്ഥാൻ വരണമോ എന്ന് തീരുമാനിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ കൂടുതലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ നോർത്ത് വെസ്റ്റേൺ റീജിയനും നോർത്ത് ഈസ്റ്റേൺ റീജിയനുമായി ഇന്ത്യയിൽ.
അപ്പോൾ ആ രണ്ട് റീജിയൻസിലും അറിയാം, ബംഗ്ലാദേശിൻ്റെ ഈസ്റ്റ് ബംഗ്ലാദേശും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ. അപ്പം നോർത്ത് വെസ്റ്റേൺ റീജിയനിലും അതുപോലെ നോർത്ത് ഈസ്റ്റേൺ റീജിയനിലും ഒരു വോട്ടെടുപ്പ് നടക്കണം, അതായത് പ്ലബിസൈറ്റ് എസോർനോ വോട്ട് നടക്കണം, മുസ്ലിം മെജോറിറ്റി ഏരിയാസിൽ മുസ്ലിം കൺട്രീസ് വരണോ വേണ്ടേന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ കോമൺ ആയിട്ടുള്ള എഗ്രിമെൻറ്റ്സ്, ഡിഫൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കമ്മ്യൂണിക്കേഷൻ, കൊമേഴ്സ്, ഈ കാര്യങ്ങളിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു എഗ്രിമെൻറ്റും കാര്യങ്ങളും ഒക്കെ വരണം എന്നുള്ളതും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നടക്കണമെങ്കിൽ ഓൺലി ഇറ്റ് ഈസ് പോസിബിൾ ഇഫ് ബ്രിട്ടീഷ് ഫുള്ളി ട്രാൻസ്ഫേർഡ് പവർ ടു ഇന്ത്യ. പക്ഷേ ഇതിനെയും മുഹമ്മദ് അലി ജിന്ന എന്ത് ചെയ്തു, എതിർത്തു. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ പ്ലബിസൈറ്റ് നടത്തണമെന്ന് പറഞ്ഞില്ലേ, മുസ്ലിം മെജോറിറ്റി ഏരിയാസ് നോർത്ത് വെസ്റ്റേൺ ആൻഡ് നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ പ്ലബിസൈറ്റ് നടത്തണമെന്ന് പറഞ്ഞു. പക്ഷെ അതിൽ മുസ്ലിങ്ങൾ മാത്രമേ വോട്ട് ചെയ്യാൻ പാടുള്ളൂ, ഹിന്ദുക്കളൊന്നും വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് മുഹമ്മദ് അലി ജിന്ന പറഞ്ഞു. രാജഗോപാലാചാരി പറഞ്ഞത് കംപ്ലീറ്റ് ആയിട്ടുള്ള ആൾക്കാർ വോട്ട് ചെയ്യണമെന്നാണ്. പക്ഷെ ജിന്ന പറഞ്ഞത് മുസ്ലിങ്ങളായിട്ടുള്ളവർ മാത്രം വോട്ട് ചെയ്യുക എന്നുള്ള കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ കോൺഗ്രസ് എന്തായാലും 2 നേഷൻ വേണം എന്നുള്ള കാര്യം INC അല്ലെങ്കിൽ കോൺഗ്രസ് അംഗീകരിച്ചേ പറ്റൂ എന്ന് ജിന്ന അഭിപ്രായപ്പെട്ടു, അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്തു. കോൺഗ്രസിന് എതിരായിരുന്നു 2 രാജ്യം വേണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത്, സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അൺഡിവൈഡഡ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളത് പോസിബിൾ ആവത്തില്ലായിരുന്നു. ഡിവൈഡഡ് ആയിട്ടുള്ള ഇന്ത്യയാണ് എപ്പോഴും ആ ഒരു സമയത്ത്, ആ ഒരു സാഹചര്യത്തിൽ ഡിവൈഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരു UPSC ഇൻ്റർവ്യൂവിന് അത് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പം അൺഡിവൈഡഡ് ഇന്ത്യ വാസ് നോട്ട് പോസിബിൾ ഡ്യൂറിങ് ദാറ്റ് ടൈം. അപ്പോൾ ജിന്ന അതിനെ ശക്തമായിട്ട് എതിർത്തു. 2 നേഷൻ വേണം എന്നുള്ള ഒരു തിയറി അല്ലെങ്കിൽ കൺസെപ്റ്റിനെ കോൺഗ്രസ് അംഗീകരിക്കണം എന്ന് ജിന്ന പറഞ്ഞു. പിന്നെ അതുപോലെ ഹിന്ദു ലീഡേഴ്സായിട്ടുള്ള സവർക്കറൊക്കെ എന്ത് ചെയ്തു, ഇങ്ങനെയുള്ള 2 രാജ്യം വേണം, 2 നേഷൻ തിയറിയൊക്കെ ഒപ്പോസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്ന് പറയാം. ഈ പ്ലബിസൈറ്റ് എന്ന് പറയുന്ന ഒരു എസോർണോ വോട്ടാണെന്ന് പറഞ്ഞില്ല. ഈ പ്ലബിസൈറ്റ് എപ്പോഴും ഒന്നും നടക്കത്തില്ല. നടത്തുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ടൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പം 2 രാജ്യമാക്കണം അല്ലെങ്കിൽ അതിർത്തി നിർണ്ണയിക്കേണ്ട ഒരു സമയം വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ, ഭരണഘടനയിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരേണ്ട സമയത്തോ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസിൻ്റെ സമയത്തോ ഒക്കെ അത്യാവശ്യ ഘട്ടങ്ങളിലാണ് എന്ത് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും നമുക്ക്, ഈ ആൾക്കാരുടെ വോട്ടെടുപ്പ്, എസോർണോ വോട്ട് നടത്തുന്നത്. കാരണം ഒരു ടെറിട്ടറിയൊക്കെ മാർക്ക് ചെയ്തിട്ട് വേറെ രാജ്യമൊക്കെ ആകുമ്പോൾ ആൾക്കാർ എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കാനും അത് വേണോ വേണ്ടേന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. ആ സമയത്താണ് ഈ പ്ലബിസൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വോട്ടെടുപ്പ് നടത്തുന്നത് എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് 1939 ഡിസംബർ 22 നമ്മളൊരു ഡേ പറയുന്നുണ്ട്, ദ ഡേ ഓഫ് ഡെലിവറൻസ്, വിടുതൽ അല്ലെങ്കിൽ രക്ഷാദിനം, രക്ഷാദിനം എന്നാണ് പറയുന്നത്. ഇത് ആചരിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് അലി ജിന്നയാണ്. സെലിബ്രേറ്റഡ് ബൈ മുഹമ്മദ് അലി ജിന്ന. അപ്പോൾ 1939 ഡിസംബർ 22 എന്ന് പറയുന്നത് ദ ഡേ ഓഫ് ഡെലിവറൻസ് ആയിട്ട് ആരാചരിച്ചു, മുഹമ്മദ് അലി ജിന്ന ആചരിച്ചു. അതായത് വിടുതൽ അല്ലെങ്കിൽ രക്ഷാദിനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ആ രക്ഷാദിനം ആചരിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1939 യുദ്ധം ആരംഭിക്കുകയാണ്, 2ാം ലോക മഹായുദ്ധം ആരംഭിക്കുകയാണ്. ആരംഭിക്കുന്ന സമയത്ത് ലിൻലിത് ഗോ ആയിരുന്നു ഇവിടുത്തെ വൈസ്രോയി. അദ്ദേഹം പറഞ്ഞു ഇന്ത്യക്കാരുടെ കൺസെൻറ്റ് കൂടാതെ തന്നെ ഇന്ത്യക്കാരെ എന്ത് ചെയ്യണം, നാസി ജർമ്മനിക്കെതിരായിട്ട് യൂസ് ചെയ്യണം, ജർമ്മൻസിനെതിരായിട്ട് എന്ത് ചെയ്യണം, ഇന്ത്യക്കാരെ വാറിൽ യൂസ് ചെയ്യണം എന്നുള്ള ഒരു ഓർഡർ ഇറക്കിയപ്പോഴത്തേക്കും ആ സമയത്ത് INCയിലുള്ള പല മെമ്പേഴ്സും സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിൻ്റെ അംഗമായിരുന്നു. സെൻട്രൽ ഗവൺമെൻറ്റിലും അതുപോലെ തന്നെ അവിടെയുള്ള പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിലും ഒക്കെ പ്രവിശ്യ ഗവൺമെൻറ്റുകളിലും, പ്രവിശ്യകളായിരുന്നല്ലോ അന്നത്തുള്ളത്. അപ്പോൾ പ്രവിശ്യകളിലും അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിലും ഒക്കെ അന്നത്തെ പല കോൺഗ്രസ് മെമ്പേഴ്സും അംഗമായിരുന്നു. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ലിൻലിത് ഗോ ഇറക്കിയ ഈ ഒരു ഉത്തരവെന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇന്ത്യക്കാരുടെ കൺസെൻറ്റ് കൂടാതെ ഇന്ത്യക്കാരെ യുദ്ധത്തിന് ഇറക്കുന്നു നാസി ജർമ്മനിക്ക് എഗനിസ്റ്റായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അവിടെയുള്ള സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിലുള്ള കോൺഗ്രസ് മെമ്പേഴ്സ് എല്ലാം തന്നെ എന്ത് ചെയ്തു, മാസീവായിട്ട് അങ്ങ് റിസൈൻ ചെയ്തു. അപ്പോൾ റിസൈൻ ചെയ്തപ്പോഴത്തേക്കും അത് മുഹമ്മദ് അലി ജിന്നയ്ക്ക് ഒരു സന്തോഷം നൽകുന്നൊരു കാര്യമായിരുന്നു. കാരണം ഈ ഒരു കോൺഗ്രസ്സുകാർ അതിൽ കയറിയതിന് ശേഷം, മെമ്പേഴ്സ് ആയതിനു ശേഷം അൺജസ്റ്റ് ആയിരുന്നു, നീതി ഒന്നും നടപ്പായില്ല, മുസ്ലിങ്ങൾക്കുള്ള ഒരു ഇതായിരുന്നു അത്, എന്താണ്, ഒരു എഗനിസ്റ്റ് ആയിരുന്നു പല കാര്യങ്ങളും. അപ്പം മുസ്ലിങ്ങൾക്കും എല്ലാവർക്കും ഒരു ആശ്വാസം നൽകുന്നൊരു കാര്യമായിരുന്നു ഇവരെല്ലാവരും അതിൽ നിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസ് മെമ്പേഴ്സ് എല്ലാവരും അതിൽ നിന്ന് റിസൈൻ ചെയ്തത്. കോൺഗ്രസും ഈ ലീഗും തമ്മിൽ വളരെയധികം ശത്രുതയിലും എതിർപ്പിലും ഒക്കെ ആയിരുന്നത് കൊണ്ട് തന്നെ ഇവർ ആ മിനിസ്ട്രിയിൽ നിന്ന് എന്താണ് ആ ഒരു റിസൈൻ ചെയ്യുന്നത് മുഹമ്മദ് അലി ജിന്നയ്ക്ക് വളരെയധികം ഒരു വിടുതൽ, ഒരു ആശ്വാസം നൽകിയ ഒരു കാര്യമായിരുന്നു. അത് അൺജസ്റ്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കോൺഗ്രസ് ലീഡേഴ്സ് അവിടെ ആ ഒരു ഗവൺമെൻറ്റിൽ അംഗമായിരുന്നത്. അപ്പോൾ അവരിറങ്ങിയത്
മുസ്ലിങ്ങൾക്കെന്ന് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല പല ആൾക്കാർക്കും എന്തായിരുന്നു ഒരു ജസ്റ്റിഫിക്കേഷൻ നൽകുന്ന അല്ലെങ്കിൽ ഒരു ജസ്റ്റിസ് നൽകുന്ന ഒരു കാര്യമായിട്ട് മാറിയെന്ന് ആര് പറഞ്ഞു? മുഹമ്മദ് അലി ജിന്ന പറഞ്ഞു. എന്നിട്ട് ആ ഒരു ദിവസമല്ല, 1939 ഒക്ടോബറിലാണ് ഇവർ റിസൈൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഡിസംബർ 22-ന് അതിൻ്റെ കമമറേഷന് വേണ്ടിയിട്ട് ഇറങ്ങിയതിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ആ ഒരു സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ട് ആ ദിവസത്തെ 1939 ഡിസംബർ 22-നെ എന്തായിട്ട് ഡേ ഓഫ് ഡെലിവറൻസ്, വിടുതൽ അല്ലെങ്കിൽ രക്ഷാദിനമായിട്ട് മുഹമ്മദ് അലി ജിന്ന ആചരിച്ചു. അപ്പോൾ അത് ആരാണ് വിടുതൽ രക്ഷാദിനം എന്ന് പറഞ്ഞിട്ടുള്ള ആചരിച്ചത് എന്നാണ്, ആരുടെയാണ് എന്നുള്ളത്